ഡിയർ സ്റ്റുഡൻസ്, +1 കൊമേഴ്സ് അക്കൗണ്ടിങ്ങിലെ GST എന്ന ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. അതായത് ഗവൺമെൻറ്റിന് വേണ്ട ഫണ്ട് അവർ കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും നികുതി പിരിച്ചുകൊണ്ടാണ്. ഈ ടാക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് പറയുന്ന പോലെ തന്നെ ആളുകളുടെ അടുത്തുനിന്ന് ഗവൺമെൻറ് നേരിട്ട് പിടിക്കുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിന് അതൊരു നിശ്ചിത എമൗണ്ടിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു റേറ്റ് വെച്ചിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് ഡയറക്റ്റ് ടാക്സ്. നേരിട്ട് ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ഓൾറെഡി അത് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് ഒരു ഇൻ്റർമീഡിയറി വഴിയായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ പൈസയുടെ കൂടെ നമ്മളറിയാതെ ടാക്സിൻ്റെ എമൗണ്ടും കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ നമ്മുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തുന്നു, ഒരു ഇൻ്റർമീഡിയറി വഴിയായിട്ടായിരിക്കും ആ പേയ്മെൻറ്റ് നടത്തുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇന്ത്യയിൽ നേരത്തെ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കസ്റ്റംസ് ഡ്യൂട്ടി, വാറ്റ്, എൻട്രി ടാക്സ്. അത് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ടാക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ GST വന്നതോടുകൂടി എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും കൂടെ ഒറ്റ ഹെഡിൽ ഉൾപ്പെടുത്തി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളൊരു ഹെഡിൽ ഉൾപ്പെടുത്തി GST എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ നെയിം അതിന് കൊടുത്തു. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ടാക്സ് എന്നുള്ള ഒരു മോട്ടോ വെച്ചിട്ടാണ് ഈ GST നിലവിൽ വന്നത്. GST പഠിക്കുമ്പോൾ GSTയുടെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് GSTൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വാല്യൂ അഡീഷൻ മാത്രമേ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, എന്താണ് വാല്യൂ അഡീഷൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാമ്പിളിൽ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ഡീലറാണ്. ഒന്നാമത്തെ കാര്യം, ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലേഴ്സിന് മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത്. ടാക്സ് ബേർഡൻ വരുന്നത് ഫൈനൽ കൺസ്യൂമർക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ ഡീലേഴ്സിനും അവർ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത ടാക്സ് തിരിച്ചു കിട്ടുന്നു. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇയാൾ 1,00,000 രൂപയുടെ ഗുഡ്സാണ് ഒരു മാസം വാങ്ങുന്നത്. 1,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുന്നു, 2,50,000 രൂപയുടെ സെയിൽസ് നടത്തുന്നു. 5% ആണ് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അയാളുടെ പർച്ചേസസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,00,000 രൂപ. സെയിൽസ് എന്ന് പറയുന്നത് 2,50,000 രൂപ. വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഇൻപുട്ട് ടാക്സ്. അതായത് ഇവിടെ അയാൾ എത്ര രൂപയുടെ ഗുഡ്സാണ് വാങ്ങുന്നത്? 1,00,000 രൂപയുടേത്. അപ്പോൾ 1,00,000 രൂപയുടെ ഗുഡ്സിന് മുകളിൽ കൊടുക്കുന്ന ടാക്സാണ് ഇൻപുട്ട് ടാക്സ്. ഇപ്പോൾ 1,00,000 രൂപയുടെ 5% എന്ന് പറയുന്നത് 5,000 ആണ്. അതാണ് ഇൻപുട്ട് ടാക്സ്. രണ്ടാമത്തേത് ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? വിൽക്കുമ്പോൾ ഇയാൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇയാൾ എത്ര രൂപയുടെക്കാണ് സാധനം വിൽക്കുന്നത്? 2,50,000 രൂപയുടെ സാധനമാണ് വിൽക്കുന്നത്. അപ്പോൾ 2,50,000 രൂപയുടെ 5% എന്ന് പറയുന്നത് 12,500 രൂപയാണ്. ഇതിനാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്, വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഇൻപുട്ട് ടാക്സ്. ഇവിടെ ഈ 5,000 എന്ന് പറഞ്ഞാൽ ഇയാൾ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയതാണ്. ഈ 12,500 എന്ന് പറയുന്നത് അയാൾക്കിപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അയാൾ ഈ 5,000 ഓൾറെഡി കൊടുത്തത് കൊണ്ട് ഇനി ഇയാൾ വീണ്ടും ആ ഒരു എമൗണ്ട് കൊടുക്കണ്ട. അതായത് ഈ കളക്ട് ചെയ്ത എമൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള 5,000 കുറച്ചിട്ട് ബാലൻസ് വരുന്ന ഈ 7,500 മാത്രമാണ് ഇനി അയാൾ ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അതായത് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ടാക്സിന് അയാൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നു. മനസ്സിലായില്ലേ? അപ്പം അയാൾ വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. ആ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും
ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടാണ് ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ അയാൾക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 5,000 ആണ്. അത് കുറച്ചിട്ട് ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തുന്നത് എത്രയാണ്? 7,500 ആണ്. നോട്ട് ദാറ്റ് 7,500 ഈസ് 5% ഓഫ് 1,50,000 വിച്ച് ഈസ് ദി വാല്യൂ അഡീഷൻ. അതായത് ഈ 1,50,000 അതായത് എന്താണ്, 1,00,000 രൂപയുടെ സാധനം വാങ്ങിയിട്ട് നമ്മൾ 2,50,000 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പം 1,00,000 രൂപയുടെ കൂടെ 1,50,000 രൂപയും കൂടെ വന്നപ്പോഴാണ് അത് എത്രയായത്? 2,50,000 ആയി മാറിയത് ആണല്ലോ. അപ്പം ഒരിക്കലും ഒരു ഡീലർ വാങ്ങുന്ന അതേ വിലയ്ക്കായിരിക്കില്ല വിൽക്കുന്നത്. ഇപ്പോൾ ഒരു സാധനം വാങ്ങിയാൽ അതിൻ്റെ കൂടെ അതിനുണ്ടായ എക്സ്പെൻസും അയാളുടെ പ്രോഫിറ്റും കൂടി എടുത്തിട്ട് അയാളത് വിൽക്കത്തുള്ളൂ. അപ്പം വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീലറുടെ എക്സ്പെൻസും പ്രോഫിറ്റും കൂടെ കൂട്ടിയതാണ് വാല്യൂ അഡീഷൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആ വാല്യൂ അഡീഷൻ്റെ എമൗണ്ടാണ് എന്ത് വരുന്നത്? 1,50,000 എന്ന് പറയുന്നത്. അതിൻ്റെ 5% ആണ് എന്ത്? ഈ 7,500. അതാണ് അയാൾ ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അതായത് GSTൻ്റെ ഉള്ളിൽ എന്തിനു മാത്രമേ ഓരോ സ്റ്റേജിലും ടാക്സ് പേയ്മെൻറ്റ് വരുന്നുള്ളൂ? ഈ വാല്യൂ അഡീഷൻ്റെ മുകളിൽ നമുക്കുണ്ടാവുന്ന ടാക്സ് എത്രയാണോ അതാണ് ഓരോ ഡീലേഴ്സും പേയ്മെൻറ്റ് നടത്തുന്നത്. വാല്യൂ അഡീഷൻ. For tax purposes, the term value addition simply means expenses plus profit of the seller. Value addition എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലറുടെ എക്സ്പെൻസ് പ്ലസ് അയാളുടെ പ്രോഫിറ്റ്. ഇൻ അതർ വേർഡ്സ്, വാല്യൂ അഡീഷൻ മീൻസ് സെയിൽസ് മൈനസ് പർച്ചേസസ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് 1,50,000 ആയിരുന്നു. സെയിൽസ് എത്രയാണ്? 2,50,000 ആണ്. പർച്ചേസ് എത്രയാണ്? 1,00,000 ആണ്. അപ്പോൾ സെയിൽസിൽ നിന്നും പർച്ചേസ് കുറച്ചിട്ടുള്ള 1,50,000 ആയിരുന്നു നമ്മുടെ വാല്യൂ അഡീഷൻ. അപ്പോൾ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ് ഓഫ് ദി സെല്ലർ എന്നും പറയാം, സെയിൽസ് മൈനസ് പർച്ചേസസ് എന്നും പറയാം. GST ഈസ് എ സിസ്റ്റം ഓഫ് വാല്യൂ ആഡഡ് ടാക്സ്. അണ്ടർ GST സിസ്റ്റം, ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസസ്, ഇൻപുട്ട് ടാക്സ്, ഈസ് ഡിഡക്റ്റഡ് ഫ്രം ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽസ്. ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് മാത്രം ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലാണ് GST വരുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു ബി ലെവീഡ് അറ്റ് ഓൾ സ്റ്റേജസ് റൈറ്റ് ഫ്രം ദി മാനുഫാക്ചർ അപ് ടു ഫൈനൽ കൺസംഷൻ വിത്ത് ക്രെഡിറ്റ് ഓഫ് ടാക്സസ് പെയ്ഡ് അറ്റ് പ്രീവിയസ് സ്റ്റേജസ് അവൈലബിൾ ആസ് സെറ്റ് ഓഫ്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലാണ് GST എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. പിന്നെ മാനുഫാക്ചർ തൊട്ട് കൺസ്യൂമർ വരെയുള്ള എല്ലാ സ്റ്റേജിലും GST വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഓരോ ഡീലേഴ്സിനും അവർ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ടാക്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓൺലി വാല്യൂ അഡീഷൻ വിൽ ബി ടാക്സ്ഡ് ആൻഡ് ബർഡൻ ഓഫ് ടാക്സ് ഈസ് ടു ബി ബോൺ ബൈ ദി ഫൈനൽ കൺസ്യൂമർ. ഓരോ ഡീലേഴ്സും എന്തിനു മാത്രമേ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ? വാല്യൂ അഡീഷന് മാത്രമേ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ടാക്സ് ബേർഡൻ വരുന്നത് ആർക്കാണ്? ഫൈനൽ കൺസ്യൂമർക്കായിരിക്കും. അപ്പം അതാണ് GSTയുടെ മീനിങ്. അടുത്ത ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് GST. നമുക്കറിയാം GST എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ടാക്സാണ്. അപ്പം അവിടെ പല സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ. അപ്പം ആ സ്റ്റേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആ സ്റ്റേറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ആവാം ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലാവാം. അപ്പം ഇത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ, അതായത് കേരളത്തിലുള്ള ഒരു ഡീലർ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ഡീലർക്കോ അല്ലെങ്കിൽ കൺസ്യൂമർക്കോ സാധനങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻ്റ് എന്ന് പറയും. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് സാധനങ്ങളുടെ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയും. അതേസമയത്ത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ്. അപ്പം കേരളത്തിലുള്ള ഒരു ഡീലർ തമിഴ്നാട്ടിലുള്ളൊരു ഡീലർക്കോ തമിഴ്നാട്ടിലുള്ളൊരു കൺസ്യൂമർക്കോ അതിന് സാധനം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്നാണ്. അപ്പം എന്താണ്, ഈ സാധനം വിൽക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റോ ആവാം ഇൻ്റർ സ്റ്റേറ്റോ ആവാം. ഓക്കെ, അപ്പം ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് വരുന്ന കേസിൽ രണ്ട് ടൈപ്പ് ടാക്സാണ് അവിടെ വരുന്നത്, CGSTയും SGSTയും.
സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും. അതായത് ഇവിടെ കേരളത്തിലുള്ള ഒരു ഡീലർ കേരളത്തിൽ തന്നെയുള്ള വേറൊരു ഡീലർക്കോ കൺസ്യൂമർക്കോ സാധനം കൊടുക്കാന്നിരിക്കട്ടെ. അതാണല്ലോ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കേരളം ആണ്. കേരളത്തിലുള്ള ഒരാൾ കേരളത്തിലുള്ള വേറൊരാൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളിപ്പം ഒരു 10,000 രൂപയുടെ സാധനമാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 10% GSTയുടെ റേറ്റ് എങ്കിൽ 10% GSTയുടെ റേറ്റ് എങ്കിൽ GST വരുന്നത് 1000 ആയിരിക്കും. ആ ടാക്സിൻ്റെ എമൗണ്ടിൽ പകുതി പൈസ, അതായത് 5,000 സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും 5,000 സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടുമാണ് പോവുക. അപ്പോൾ കേരളത്തിലുള്ള ഒരു ഡീലർ കേരളത്തിലുള്ള വേറൊരു ഡീലർക്കോ കേരളത്തിലുള്ളൊരു കൺസ്യൂമർക്കോ സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ ടാക്സ് റേറ്റിൻ്റെ പകുതി സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടും ആണ് പോവുക. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് പോകുന്ന ആ ടാക്സിൻ്റെ പോർഷനാണ് CGST എന്നതിൻ്റെ അകത്ത് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് പോകുന്ന ടാക്സിൻ്റെ പോർഷനാണ് SGSTയിൽ വരുന്നത്. GST levied by the center, GST levied by the state. ഇനി ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത് എങ്കിൽ, അതായത് കേരളത്തിലുള്ള ഒരു ഡീലർ തമിഴ്നാട്ടിലുള്ള ഒരു ഡീലർക്കാണ് സാധനം വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലുള്ള ഒരു ഡീലർ ആവാം കൺസ്യൂമർ ആവാം നമ്മൾ പറഞ്ഞല്ലേ, തമിഴ്നാട്ടിലുള്ള ഒരു ഡീലർക്കാണ് സാധനം വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ GST റേറ്റ് 10% ആണെങ്കിൽ ആ 10%ഉം പോകുന്നത് IGST എന്ന പേരിൽ സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടായിരിക്കും. അതേസമയത്ത് കേരളത്തിലുള്ള ഒരു ഡീലർ തമിഴ്നാട്ടിലുള്ളൊരു കൺസ്യൂമർക്കാണ് സാധനം വിൽക്കുന്നത് എങ്കിൽ പകുതി പൈസ തമിഴ്നാട് ഗവൺമെൻറ്റിലോട്ടും പകുതി ടാക്സിൻ്റെ റേറ്റ് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും ആയിരിക്കും. അതായത് GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അതിൻ്റെ കൺസംഷൻ നടക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടായിരിക്കും അതിൻ്റെ ടാക്സ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കേരളത്തിലുള്ളൊരു ഡീലർ തമിഴ്നാട്ടിലുള്ളൊരു കൺസ്യൂമർക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പകുതി ടാക്സ് റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും ബാക്കി പകുതി കൺസംഷൻ നടക്കുന്നത് എവിടെയാണോ അവിടുത്തെ ഗവൺമെൻറ്റിലോട്ടും ആയിരിക്കും പോവുക. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലുള്ള കൺസ്യൂമർ ആയതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിനാണ് ബാക്കി പകുതി ടാക്സിൻ്റെ റേറ്റ് പോകുന്നത്. അതാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റും ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റും എന്ന് പറയുന്നത്. രണ്ടും സെയിം സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ടാക്സ് വരുന്നുണ്ട്, CGST, SGST. CGST റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടും പോകുമെന്ന് പറഞ്ഞു. ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും, രണ്ട് ഡീലേഴ്സ് ആണെങ്കിൽ ഫുൾ എമൗണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് IGST എന്ന പേരിൽ പോകും. ഒന്ന് കൺസ്യൂമർ ആണെങ്കിൽ ആ കൺസംഷൻ നടക്കുന്ന സ്റ്റേറ്റിലോട്ട് പകുതി റേറ്റും പകുതി ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും ആയിരിക്കും പോവുക.